ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലാണ്. അച്ചു, അക്ഷയ് ആൻഡ് സായി. അപ്പൊ നമ്മളെല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ ടുഗദർ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിലാണ്. ആൻഡ് നമ്മൾ എവിടെയാ പോകുന്നത്? സൂര്യനെല്ലിയിലേക്കാണ് പോകുന്നത്. യെസ്. അപ്പോ ഡ്രൈവർ സ്പൾബർ രാവിലെ തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ നാടിന്റെ മുക്കും മൂലെ ഓക്കെ. അപ്പൊ നമ്മള് വേറെ ട്രിപ്പ് പ്ലാനിങ് ഒന്നും ഇല്ല. രാവിലെ തന്നെ നമ്മുടെ ഗൂഗിളില് നോക്കി സൂര്യനെല്ലിയാണ് കിട്ടിയത്. അതിന്റെ ഗ്യാപ്പ് റോഡ് വഴി സൂര്യനെല്ലി പോകാനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് ഇന്ന് പോകുന്ന വഴിയെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. ഭയങ്കര തണുപ്പുണ്ടോ? ഇവിടെ ഇല്ലല്ലേ? അത് കുറച്ച് അത്യാവശ്യം രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറിയൊരു കോടമഞ്ഞുണ്ട്. ലേശം ടൈം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ മോർണിംഗ് അല്ലേ, കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വെയില് ഇളം വെയിൽ. തണുപ്പ് വരില്ല ഗൈസ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതെ പോകുന്ന വഴിയിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇനി എന്തെങ്കിലും കണ്ടിട്ട് കാണാം. ഞങ്ങളൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു. അക്ഷയ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലൊരു സീനറിയാണ്. അതെ, പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ടത് നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അക്ഷയ് സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അതെ, എല്ലാരും നിന്ന് മാഗി കഴിക്കാൻ വേണ്ടിട്ട് ഒരിടത്ത് നിർത്തി. സൂപ്പർ മാഗി ഗൈസ് കഴിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. നല്ല പ്ലേസ് കാണാനൊക്കെ നല്ല രസമുണ്ട്. മൊത്തം ടീ പ്ലാന്റേഷൻസ്. ഞാൻ തിരിച്ച് കാണിക്കാം. മാഗി റെഡി ആയിട്ടുണ്ട്. സോ ഹിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാഗി കഴിക്കണം ഗൈസ്. അത് എവിടെയാണ് ഹിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാഗി കഴിച്ചിരിക്കണം. അതൊക്കെ ഒരു ചടങ്ങാണ്. കഴിച്ചിരിക്കണം മണം വരുന്നുണ്ട് മാഗി. അവള് കൊതി വിടുന്നു. ഇതൊന്നും നാട്ടിൽ കിട്ടില്ല സാധനമല്ല, പക്ഷെ ഇവിടെ വരുമ്പോ കൊതി. അപ്പൊ പോസ് ചെയ്യാനല്ല, വ്ളോഗ് ചെയ്യാനാ പറഞ്ഞത്. നല്ല കാറ്റ്, നല്ല മഞ്ഞ്, കൂടെ മാഗി, നൈസ് കോമ്പിനേഷൻ. രണ്ട് സ്പെക്ക് ഇങ്ങനെ വച്ചിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് കണ്ടുകൂടാ. ഞാൻ ലെൻസ് വെക്കാത്ത എന്ത് എന്ന് നിങ്ങൾ ചിലപ്പോൾ സീരിയസ്ലി നിങ്ങൾ കാണുന്ന വ്ലോഗുകൾ പകുതിയും ജ്വാല കണ്ടിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ ആണ്. For enjoying the nature, we are not looking for any kind of political thoughts. Politically, only you nature. are full on right side, right? No, I belong to only justice. Yes, Whoever does justice, yes, for India. Sai. ഈ ബസ് വരണമെങ്കിൽ 1 മണിക്കൂർ കഴിയും. These guys are beautiful. Cheers, cheers. Cheers. For our Munnar trip. Cheers, guys. ജനുവരി എന്നാ
മനോഹരമായ ഒരു വർഷത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമ്മൾ മൂന്നാറിലിരുന്ന് മാഗി കഴിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് എവരിത്തിങ്. കാണുമ്പോ സാധാ മാഗി പോലെ തോന്നും, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മാഗി പോലെ തോന്നും. പക്ഷെ ഇതൊരു അല്ല, അങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ മാഗിയാണ്. ഇവര് യൂസ് ചെയ്യുന്ന സോസ് ആണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഈ തണുപ്പും കാറ്റും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് സൂപ്പർ സൂപ്പർ. ഈ തണുപ്പും കാറ്റും ഒക്കെ കൂടി പെട്ടെന്ന് മാഗിയാണ്. എന്റെ കളി അവിടെ കിടന്ന് അളിയുവാ. നല്ല മാഗി. പേരെന്താ? സരോജ. അപ്പം സരോജ മൂന്നാർ വരുന്നവര് സരോജ ആന്റിയുടെ കടയിൽ നിന്ന് മാഗി കഴിക്കണം, ഓംലെറ്റ് കഴിക്കണം, ചായ കുടിക്കണം. നല്ല മാമ്പഴം ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് സ്ഥലം. ഈ റോഡ് ഈ ഹെയർ പിന്റെ അടുത്തിരിക്കുന്നതാണ് സരോജ ആന്റിയുടെ കട. ഇവിടെ ചായ ഉണ്ട്, കോഫി ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ സരോജ ആന്റി. ഓക്കെ, ടാറ്റാ. നമ്മള് തിരുവനന്തപുരത്തുനിന്നാ. നമ്മളിനി കരിക്ക് കുടിക്കാൻ പോവാണ്. കരിക്ക് വെള്ളം ദാഹിച്ചിട്ട് വയ്യ. സോ അപ്പുറത്തെ കരിക്കുണ്ട്, കരിക്ക് കുടിക്കാൻ പോകും. അതെടുക്ക. കഴിക്കുക. സത്യത്തില് നിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല സാക്ഷിയെ? അതിനകത്തൊന്നുമില്ല. അക്ഷയ് കഴിച്ചതിലൊന്നുമില്ല. കൊലുക്കുമലയിലോട്ട് പോകുന്ന റൂട്ടിലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ആദ്യം ഇവിടെ വന്നപ്പോ തന്നെ ഒരു ജീപ്പുകാരൻ നമ്മളടുത്ത് 3000 സംതിങ് റുപ്പീസ് പറഞ്ഞായിരുന്നു. അപ്പൊ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാം കൂടി ചേർത്ത് അപ്പൊ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ടീ പ്ലാന്റേഷന്റെ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ടീ പ്ലാന്റേഷനൊന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഇവിടെ തന്നെ 2 ആൾക്കാരെ കണ്ട്, 2 പിള്ളേരെ കണ്ട്. അപ്പൊ അവരെടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ കെയർ ഓഫിൽ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം സിപ്പ് ലൈനിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ലോങ്സ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് ഇവര് പറഞ്ഞത്. ലോങ്സ്റ്റ് വയനാട് ചെല്ലുമ്പോ പക്ഷെ നമ്മള് പോവാണ്. ഞാനും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ ഉള്ളത് ഒന്ന് കയാക്കിംഗ് ഉണ്ട്, പിന്നെ ഉള്ളത് ATV റൈഡ്. അപ്പൊ ഇത് 3ഉമാണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ആദ്യം സായി അക്ഷയാണ് സിപ്പ് ലൈനിൽ കയറാൻ പോകുന്നത്. സിപ്പ് ലൈൻ ഇപ്പൊ നോക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇതെടുക്കാം. അവിടുത്തെ ഫോൺ അവിടെ ഫോൺ. സായി, ആർ യു റെഡി? അഭിനയിച്ച എന്താ ചോദിക്കണേ? ഇത്ര
മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പൊ ചോദിക്കുന്നതിന് പ്രശ്നമുണ്ടോ? പക്ഷെ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അയ്യോ എനിക്ക് ഒരുമിച്ച് പോണോ? Sai Drishya and Akshay is going to experiencing zip line. ബ്രേക്കൊക്കെ നിങ്ങളല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ എല്ലാവരോടും ആ ഭാഗത്തായിരിക്കും ഇങ്ങനെ പോലെ ചെറുക്കട്ടാവുന്നത്. സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഫോൺ ടൈറ്റായിട്ട് കൈ പിടിക്കുക, സേഫ് ആയിട്ട് പിടിക്കുക. ഓക്കെ, അത് നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെർക്കാണ് തരുന്നത്, പേടിക്കരുത് കേട്ടോ. സ്ലോ ചെയ്ത് ഓക്കെ അല്ലേ? താഴ്ത്തോട്ടിറങ്ങി രണ്ടുപേരും ഒരു സ്റ്റെപ്പ് താഴ്ത്തോട്ടിറങ്ങി 2 രൂപ വയ്ക്കാൻ എനിക്ക് 100 ഉമ്മയെ വിളിച്ചു പറയുന്നത് ഒരു പിടിക്കുന്ന L1 L2 both are loaded. L1 loaded 10, L2 loaded 7. Set to take off. Backward charging. Backward charging. Charging. Wow. Ready? Okay. 1, take off. Side. ആണല്ലോ. എടാ നമ്മൾ 2 സമയത്താണ് പോകുന്നത്, ഒരുമിച്ചൊന്നല്ല. അങ്ങനെ നമ്മൾ ജീപ്പ് നമ്മള് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സമയം എത്രയായി? 1:15. അപ്പൊ ഇനി നമുക്ക് ലഞ്ച് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ATV റൈഡ്, അത് കഴിഞ്ഞ് കയാക്കിംഗ്. Always obey your guidance to safety for others. No overspeeding or rush driving. Ride responsibility. കേട്ടാ, സഹായിക്കണം. അത് ഓവർ സ്പീഡ് എടുക്കാൻ പാടില്ല. Respect the track and other riders. No racing, blocking or unsafe. No racing. Okay. Vehicle damage policy. Any damage goes to the ATV. Ride your own risk. Okay. Name Akshay. അക്ഷയ്, സായി, അച്ചു, അജ്വാല. ഓക്കെ, അടുത്ത് നമ്മള് ATVയില് 400 ഇതുവഴിയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ഓഫ് റോഡ് റൈഡാണ്. എല്ലാവരും ഇവിടെ റെഡി. ഓക്കെ, ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാവരും ഇതിലോട്ടൊന്ന് പോസ് ചെയ്ത്. ഈ ഫോട്ടോ ഇല്ലേ? ഓക്കെ, ഞാൻ കേറാൻ പോവാണ്. ഞാൻ ഓടിക്കുള്ള, നീ ഓടിച്ചു.
ബാക്ക് ഫുള്ള് മഞ്ഞ. നല്ല ക്ലൈമറ്റ് കേട്ടോ മൂന്നാറില്. നല്ല എന്താ പറയാ റിഫ്രഷ്മെന്റ്. നല്ല ക്ലൈമറ്റ്. നമ്മൾ മറ്റേ നമ്മുടെ ബെസ്റ്റ് പീപ്പിൾസിനൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഇതില്ലേ? ഇന്ന് നമ്മളെല്ലാരും തിരിച്ചു പോവാണ്. ഇന്നലെ നല്ല രസമായിരുന്നു. നമ്മള് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ബാക്കിൽ അച്ചു ബ്ലറായിട്ടിരിപ്പുണ്ട്. നമ്മള് സിപ്പ് ലൈൻ ചെയ്തു, ATVയും ചെയ്തു. അത് രണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കയാക്കിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമവും ഇല്ല. കാര്യം അത് മുന്നേ ഞാൻ വാഗമൺ പോയപ്പോ വർക്കല പോയപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ അതിൽ വോയിസ് കിട്ടൂല, മുടി വായി കയറി പോവാ. നല്ല രസമായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. ഇന്ന് ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോവാണ്. ഇവർക്ക് ഒരു 9 മണിയോടുകൂടി തിരുവനന്തപുരം എത്തണം. പേഴ്സണൽ കാര്യമല്ല ഇത്. 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യമാണോ? എനിക്കറിയാൻ മേല. 9 മണിന്നല്ലേ പറഞ്ഞോളൂ, വേറെ അവരുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ചെയ്തിട്ട് സായി ഞങ്ങളെ ഫോളോ സായി മേക്കപ്പ് ലിപ്സ്റ്റിക് ഇടാത്തോണ്ട് ഇന്ന് വീഡിയോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, പുട്ട്, ബീഫുണ്ട് ആൻഡ് ഇത് ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി. അപ്പൊ അപ്പം ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇപ്പൊ എടുക്കും. നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാറായി. നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മളിപ്പോ വേറെ ഒന്നും എന്റർടൈൻമെന്റ് ഒന്നും നമ്മൾ പിടിച്ചില്ല. നമ്മൾ വീട്ടിൽ പോവാന്ന് തന്നെ വിചാരിച്ചു. കാര്യം ഇന്നലെ നമ്മള് നല്ല എൻജോയ് ചെയ്തു. സൂര്യനെല്ലിയാണ് നമ്മൾ പോയത് കേട്ടോ മെയിനായിട്ട്. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തു. അതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മുടെ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. ഒരു ഡോക്യുമെന്റേഷൻ പോലെ ചെയ്തു വെച്ചതാണ്. ഇനി കുറെ നാൾ കഴിഞ്ഞ് നമുക്കിതൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു സന്തോഷം. അതെ, നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോ മൂന്നാർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ക്ഷമയോടെ കണ്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും വരും. അപ്പൊ നിങ്ങൾ മൂന്നാർ പോവാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് തന്നെ പിടിച്ചോ. നല്ല ക്ലൈമറ്റ് ആണ്. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു കുരങ്ങൻ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്, അവിടെ ചെന്നിട്ട് ജീപ്പ് സവാരി ഒന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പോയാൽ മതി. അങ്ങനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒത്തിരി രൂപ നമ്മളിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് മൂന്നാർ അടിച്ചു പൊളിച്ചോ. നല്ല ക്ലൈമറ്റ് ആണ്, സെറ്റ് ആണ്, വൈബാണ്. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.